യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. ഈ സമയം ഇത്രയും ഈ സുവിശേഷം കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നന്ദി പറയുന്നു കർത്താവേ. ഞാൻ 2 വചനം പറയാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ മൈക്ക് എൻ്റെ കയ്യിലേക്ക് വാങ്ങിയിട്ടുള്ളത്. നാം എല്ലാവരും കേട്ടിട്ടുള്ള വചനം തന്നെയാണ്, പുതിയ വചനമല്ല ഞാൻ പറയുന്നത്. പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും, സേവനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മച്ഛയിലും തുളച്ചു കയറി നിന്റെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളും നിയോഗങ്ങളും വിവേചിച്ചറിയുന്നതാകുന്നു ദൈവത്തിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, ഈ വലിയ ആ മൂർച്ചയേറിയ ആ 2 തലയ്ക്കും മൂർച്ചയുള്ള ഒരു വാളാണ് ദൈവത്തിൻ്റെ വചനമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്രയേറെ മൂർച്ചയുള്ള ഒരു വചനം എന്തിനു വേണ്ടി നമ്മുടെ കർത്താവ് നമുക്ക് തന്നിട്ടുള്ളത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് ഇത് ആവശ്യമുള്ളതെന്ന് സ്വർഗത്തിലെ ദൈവം മുൻകൂട്ടി കണ്ടുകൊണ്ട് അവിടെ നിന്ന് പ്രവചിച്ചിട്ടുള്ള വചനമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകം നമുക്ക് ജീവിതം തന്നു എന്ന സത്യം നാം അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ലോകത്തിൽ നിന്നും നാം വേർപെടേണ്ടവരാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. ഇവിടെ നിന്ന് നാം എങ്ങോട്ട് പോകും? ഇവിടെ വന്നത് എവിടെ നിന്നാണെന്ന് നമുക്കറിയാം. നമ്മളുടെ അമ്മയുടെ ആ ഉദരത്തിൽ നിന്ന് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു എന്ന് നാം അറിഞ്ഞിട്ടുണ്ട്, നമുക്കറിയുകയും ചെയ്യാം. എന്നാൽ മരണാനന്തര ജീവിതം നമുക്കുണ്ടുവെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മനുഷ്യനായി അവതരിച്ചപ്പോൾ നമ്മളെ ധരിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. നാം എല്ലാവരും അറിഞ്ഞിട്ടുള്ളത് സത്യമാണ്. എന്നാൽ ഈ വചനമാണ് ഇപ്പോൾ കർത്താവ് നമുക്ക് തന്ന ഈ ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനം. ഇതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് സഹോദരി. ഈ വചനം അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നാം ഇവിടെ നിന്ന് വേർപെട്ടു പോകും എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. നാം എങ്ങോട്ട് പോകും? നാം എവിടെ നിന്ന് വന്നുവെന്ന് നമുക്ക് അറിയാം, യഥാർത്ഥത്തെങ്കിലുള്ള സ്ഥലം അറിയാൻ പാടില്ല. നാം യഥാർത്ഥത്തെങ്കിൽ വന്നിട്ടുള്ളത് ദൈവത്തിൽ നിന്നാണ്. ദൈവമാണ് നമ്മുടെ സൃഷ്ടാവായത്, കർത്താവ്. അവൻ സൃഷ്ടിച്ചപ്പോഴാണ്, നമുക്ക് രൂപം തന്നപ്പോഴാണ് നമ്മളുടെ അമ്മയുടെ ഉദരത്തിൽ നാം ഉരുവായി തീർന്നത്. ഈ ഉരുവായി തീർന്ന മനുഷ്യനാണ് ഞാനും നിങ്ങളും. നമുക്ക് ഒരു മരണം ദൈവം തന്നു. എന്തിനാണ് ഈ മരണം? നിത്യജീവനിലേക്കുള്ള പുറപ്പാടാണ്. നിത്യജീവനിലേക്കുള്ള പുറപ്പാടാണ്. നമുക്ക് മരണമില്ലാത്തൊരു ജീവിതം ദൈവം തരുന്നുണ്ട് എന്ന് അറിയിക്കുകയാണ്. ആ മരണമില്ലാത്ത ജീവിതം സ്വർഗരാജ്യം എന്ന് പറയുന്നിടത്താണ്. സ്വർഗം ദൈവത്തോട് കൂടെ ആയിരിക്കാൻ, ദൈവവും മനുഷ്യനും ഒരുമിച്ചായിരിക്കാൻ. എന്നാൽ ഇതിനു വേണ്ടിയ ഒരേ ഒരു സത്യമുണ്ട്. ആ സത്യമാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനം. സജീവമാണ്, എൻ്റെ ജീവനിലാണ് ഈ വചനം. ഞാൻ സ്വീകരിച്ചിരിക്കുന്ന വചനം എൻ്റെ ജീവനിലാണ്, എൻ്റെ ജീവനാണ്. ഈ വചനം അനുസരിച്ച് ജീവിക്കുവാൻ എനിക്ക് കടപ്പാടുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ വചനം സത്യമാണ്. ഒരിക്കലും ഈ ആത്മാവിനെ വിറ്റ് ഈ ഭൂമിയിൽ ആസ്വദിക്കാൻ ആരും തയ്യാറാകാതിരിക്കാൻ കഴിയേണ്ടതുണ്ട്. കർത്താവ് നമുക്ക് തന്നിട്ടുള്ള ജീവൻ
വിലയേറിയതാണ് മക്കളെ, അതെ സഹോദരങ്ങളെ. ദൈവത്തിൻ്റെ ജീവനാണ് നമുക്ക് ദാനമായി തന്നിട്ടുള്ളത്. നാം ചുമ്മാതെ ഉള്ളവരൊന്നും അല്ല. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവമക്കളാണ്. നമ്മളതനുസരിച്ചുകൊണ്ട് ദൈവമാണ് എൻ്റെ പിതാവെന്ന് തിരിച്ചറിവുള്ളത് കൊണ്ട് അങ്ങനെ തന്നെ ആയിരിക്കുകയും വേണം. പിതാവിനെ നമ്മൾ മക്കളാരെങ്കിലും നിഷേധിക്കാറുണ്ട്. ഉണ്ടെങ്കിൽ അവൻ അവൻ്റെ പിതാവിനെ അറിയുന്നില്ല. ഇതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് നമ്മളുടെ പാപങ്ങളെല്ലാം ഏറ്റെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം തീരുമാനമെടുത്തു. നമ്മൾ പാപികളാണെന്ന് അവനറിയാം. പക്ഷേ പാപത്തിൽ നിന്ന് നാം പിന്തിരിയുവാൻ അവൻ നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. പാപം എന്താണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയും. കാരണം നമ്മളുടെ ഹൃദയത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് സത്യം, രണ്ടാമത്തേത് അസത്യം. ഈ രണ്ടിനെയും വേർതിരിച്ച് കാണുവാൻ നമ്മളുടെ ഹൃദയത്തിന് കഴിയണം. സത്യവും അസത്യവും. ദൈവത്തിങ്കിലേക്കുള്ള വഴി സത്യമാണ്, ആ വഴി തിരിച്ചറിയണം. അസത്യം ദൈവത്തിൻ്റെ നീതിയുമായിട്ട് ഒരു ബന്ധവുമില്ല. അവൻ അനീതിക്കാരൻ, നീതിക്ക് പിന്തള്ളപ്പെട്ടവനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സത്യവും നീതിയും ധർമ്മവും പുലർത്തുവാൻ ഈ സമയം ഞാൻ ഒരു വചനം കൂടി പറയണമെന്ന് ആഗ്രഹിച്ചതാണ്. സമയം കുറവുള്ളതുകൊണ്ട് ഈ ഒരു ചെറിയ വചനത്തിൻ്റെ തുടർച്ച ഇവിടെ വരെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. കാരണം മറ്റൊരു സ്ഥലത്തേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് പോകേണ്ടതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമയം ഇവിടെ നിന്ന് ഈ സുവിശേഷത്തിൻ്റെ 2 വാക്യം പറയുവാൻ സാധിച്ചതിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ തിരുനാമത്തിൽ ഞാൻ അവന് ആദ്യം നന്ദി പറയുന്നു. കൂടാതെ ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും ശ്രദ്ധ കർത്താവിൻ്റെ സുവിശേഷം ശ്രവിക്കുവാൻ ഉണ്ടായിരിക്കേണ്ടതാണ് എന്നുള്ള ഒരപേക്ഷയോടുകൂടി ഞാൻ ദൈവനാമത്തിൽ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. पंजाब उत्तराखंड हिमाचल जम्मू और काश्मीर पुदुचेरी लक्षद्वीप हवेली अंडमान निकोबार चंडीगढ़